നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് സ്വാഗതം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഈ വീഡിയോ ചെയ്യണമെന്നൊന്ന് കാര്യമായിട്ട് കരുതിയൊരു വീഡിയോ ആണ്. നമ്മളൊരു സിനിമ കണ്ടതിന് ശേഷം റിവ്യൂ പറയാനാണല്ലോ നമ്മളിരിക്കുന്നത്, അല്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മളിപ്പം ഒരു റിവ്യൂ ചാനൽ ഇല്ലെങ്കിൽ പോലും നമ്മളൊരു സിനിമ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടെന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്നുള്ള പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഇതിപ്പം നമ്മൾ ആരുടെയും പ്രത്യേകിച്ച് ഫാനോ ഒന്നുമല്ല. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ആണ് എനിക്ക് തോന്നിയത്. ഞാൻ ഇന്നലെ ഒരു 1 മിനിറ്റ് റിവ്യൂ ആയിട്ട് ഞാൻ ഇന്നലെ ഇട്ടായിരുന്നു. അതൊരു 1 മിനിറ്റ് ഷോർട്ട് വീഡിയോ ഉണ്ട്. അതിൻ്റെ ആ രീതിയിൽ തന്നെയാണ് ഞാൻ ഇട്ടത്. എനിക്ക് ഈ സിനിമ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമ ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർ കാണും. ഞാൻ അങ്ങനെ പറയുന്നതല്ല. ഇതിപ്പോൾ ഞാൻ പ്രണവ് മോഹൻലാലിൻ്റെയോ ഫഹദ് ഫാസിലിൻ്റെയോ ഒന്നും ആരാധനയൊന്നും അല്ല. എന്നാൽ പോലും വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ വിനീത് ശ്രീനിവാസൻ. എനിക്ക് വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംവിധാനമാണ്. കാരണം ഇപ്പോൾ മലർവാടി ആർട്സ് ക്ലബ്ബ് മുതൽ തിര വരെ എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. എനിക്ക് ഏറ്റവും അദ്ദേഹത്തിൻ്റെ തട്ടത്തിൻ മറയത്ത് ഇഷ്ടപ്പെട്ടതിനെക്കാട്ടിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമ ജേക്കബിൻ്റെ സ്വർഗരാജ്യമാണ്. ഇതൊക്കെ നമുക്ക് ഇമോഷണലിയും കണക്റ്റഡ് ആണ്. ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മോശം സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വർഷങ്ങൾക്ക് ശേഷമാണ്. കാരണം ഈ സിനിമയിൽ എടുത്തു പറയുന്നത് എന്തുണ്ട്? ഈ സത്യം പറഞ്ഞാൽ ഈ നമ്മൾ പറയത്തില്ലേ, എല്ലാവരും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 10 പേര് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മോശമെന്ന് നമുക്ക് പറയണമെന്ന് തോന്നിയാലും അയ്യോ അത് വേണ്ട, എല്ലാവരും നല്ലത് പറയല്ലേ, നമ്മൾ നല്ല പറയാം എന്നൊരു ലോജിക്ക് പോകുമെന്ന് എനിക്ക് പലപ്പോഴും എനിക്ക് തിയേറ്ററിൽ ഇരുന്നപ്പോഴും അത് തന്നെ ഫീലിംഗ് കിട്ടി. കാരണം ഈ സിനിമയിൽ ഫസ്റ്റ് ഹാഫ്, ഞാൻ സ്പോയിലറായിട്ടൊന്നും പറയുന്നില്ല, പ്രണവ്, ധ്യാന്, കല്യാണി പ്രിയർസൻ അതിനകത്ത് പ്രണവിനെ ആയാലും പ്രണവിൻ്റെ പലപ്പോഴും നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ പ്രണവിൻ്റെ ഫോഴ്സ്ഫുള്ളി സിനിമയിൽ അഭിനയിപ്പിച്ചേ തീർക്കത്തുള്ളൂ. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, നല്ല യാത്ര ചെയ്യുന്നതാണ്, നല്ല പാവം പിടിച്ച സ്വഭാവമാണ്. അതൊന്നും അല്ല. നമ്മൾ സിനിമയിൽ വരുമ്പോൾ ഇതൊന്നും അല്ലല്ലോ, കഥാപാത്രമാണ്. എത്രമാത്രം ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ടു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ കഥാപാത്രമായിട്ട് യാതൊരു നമ്മൾ ക്ലീഷ സബ്ജക്റ്റ് തന്നെ, കുടംബക്കം ക്ലീഷ സബ്ജക്റ്റ് തന്നെ ഉള്ളതിൽ എനിക്ക് തോന്നിയത് ധ്യാൻ ശ്രീനിവാസൻ അറ്റ് ദി ബെസ്റ്റ്. ധ്യാൻ ശ്രീനിവാസൻ ഇത്രയും ചെയ്തതിൽ ധ്യാൻ ശ്രീനിവാസൻ ഇച്ചിരിയെങ്കിലും പറയാൻ പറ്റും. നല്ലത് ധ്യാൻ ശ്രീനിവാസൻ്റെ ഏറ്റവും അസാധാരണമായ സിനിമ എന്നൊന്നും പറയാനില്ല. കല്യാണി പ്രിയദർശനൊക്കെ വെറുപ്പിച്ച് കൊന്ന സിനിമ. ഞാൻ സത്യസന്ധമായി എനിക്ക് പറയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയ കാര്യമാണ് പറയുന്നത്. ഇത് യോജിക്കുന്നവർക്ക് യോജിക്കാം. എനിക്ക് ഹൃദയം എന്ന് പറഞ്ഞ സിനിമയും എനിക്ക് അസാധാരണ സിനിമ, ഈ പറയുന്ന അത്രയും അസാധാരണ സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാൻ പറഞ്ഞ അതിന് മുമ്പുള്ള എല്ലാ വിനീത് ശ്രീനിവാസൻ സിനിമകളിലും വെയിറ്റ് ചെയ്ത് നമ്മൾ കാത്തിരുന്ന് കാണുന്ന സിനിമകളാണ്, അല്ലെങ്കിൽ റിപ്പീറ്റ് വാച്ചുള്ള സിനിമയാണ്. ഈ സിനിമ ഒരു തവണ പോലും ഫുള്ള് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കും. പിന്നെ നമ്മൾ പറയുന്ന വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സിനിമകൾ പോകുന്നു. ഇതിനകത്തൊരു ഇതിനൊരു ഏജ് സിറ്റുവേഷൻ മാറുന്ന ഒരു കാലഘട്ടത്തിൻ്റെ വ്യത്യാസം വരുമ്പോൾ ഉള്ള ഒരു ഒരു മേക്കപ്പ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത്. അത് പ്രണവിൻ്റെ ആയാലും ധ്യാൻ്റെ ആയാലും അല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ബേസിൽ കുഴപ്പമില്ല. ഈ പറഞ്ഞ പോലെ നിവിൻ പോളി ആ സിനിമയിൽ ഇപ്പം നമ്മൾ പറഞ്ഞില്ല, ഒരു മരുഭൂമി നമ്മൾ വെള്ളവും കിട്ടാനില്ല ഭക്ഷണവും കിട്ടാനില്ല എന്നിരിക്കുന്ന സമയത്ത് ഒരു തുള്ളി നമ്മുടെ ദേഹത്തൊരു വെള്ളം കിട്ടുന്ന ആശ്വാസമാണ് നിവിൻ പോളി ആ സിനിമയ്ക്കകത്ത് വർഷങ്ങൾക്ക് ശേഷം. അല്ല നിവിൻ പോളി അറ്റ് ദി ബെസ്റ്റ് ഒന്നല്ല. നിവിൻ പോളിയൊക്കെ ഗംഭീരമായിട്ട് കോമഡി ചെയ്യുന്നൊരു എന്ന് പറഞ്ഞാൽ നാച്ചുറൽ കോമഡി അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം സ്വന്തമായിട്ട് ട്രോളിൽ നമ്മൾ ചിരിക്കുന്നു എന്നുള്ളതല്ലാതെ ഈ പറയുന്ന എന്താണ് ഏത് രീതിയിലും വർഷങ്ങൾക്ക് ശേഷം ഒരു രക്ഷയില്ലാത്ത സിനിമ, ഗംഭീര സിനിമ എന്ന് പറയുന്നതിനോട് ഒരു സിനിമാസം എന്നുള്ള രീതിയിൽ എനിക്ക് കണ്ടപ്പോൾ ആ ഒരു ഫീലും ആ സിനിമ കിട്ടിയിട്ടില്ല. കാരണം ഇത് തന്നെ നമ്മൾ സ്ഥിരം പറയുന്ന കഥകൾ തന്നെ. അതുപോലെ തന്നെ നമുക്ക് വിനീത് ശ്രീനിവാസൻ്റെ സിനിമകൾ കണ്ടു കഴിയുമ്പം എപ്പോഴും അതിപ്പം ഹൃദയമാണെങ്കിലും ഹൃദയം എനിക്ക് വലിയ അറ്റാച്ച്ഡ് അല്ലെങ്കിൽ പോലും അതിനകത്ത് പാട്ടുകളെങ്കിലും നമുക്ക് മനസ്സിൽ നിൽക്കുന്ന പാട്ടുകളുണ്ട്. എല്ലാ പടത്തിനകത്ത് അതിൻ്റെ പാട്ടുകൾ ഭയങ്കര നല്ല പാട്ടുകളുണ്ട്. പക്ഷേ ഇതിനകത്ത് പാട്ടുകളൊന്നും നമുക്ക് അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് മ്യൂസിക്കോ അല്ലെങ്കിൽ പാട്ടുകളോ ഭയങ്കര അറ്റാച്ച്ഡ് ആണെന്ന് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യത്തില്ല. ഇത് ഞാനൊരു താഴ്ത്തി കെട്ടാൻ വേണ്ടി പറഞ്ഞല്ല. എനിക്ക് തോന്നുന്ന പല സിനിമകളും ഇപ്പം നമ്മൾ ഒരുപാട് ഓവർ റേറ്റഡ് ആയിട്ട് തോന്നുന്ന ഒരു രീതിയുണ്ട്. അത് ഈ സിനിമയുടെ കളക്ഷനെ ബാധിക്കാൻ വേണ്ടിയോ എനിക്ക് പൈസയ്ക്ക് വേണ്ടിയോ ഒന്നും ചെയ്യുന്നൊരു കാര്യമൊന്നുമില്ല. അതിൻ്റെ ആവശ്യം എനിക്കില്ല. പക്ഷേ ഈ സിനിമ എൻ്റെ അനുഭവത്തിൽ വിനീത് ശ്രീനിവാസൻ്റെ എന്ന് പറയുന്ന
നടനും സംവിധായകൻ, പ്രധാനമായിട്ട് അദ്ദേഹം സംവിധായകനാണ്, നല്ല ഗായകനാണ്. ഇദ്ദേഹത്തിൻ്റെ ഇത്രയും കരിയറിലെ ഏറ്റവും മോശം സിനിമകളൊന്നാണെന്നുള്ളത് ഉറപ്പിച്ച് പറയാം. ഇദ്ദേഹത്തിനോട് ഞാനൊരു വീഡിയോ ഇട്ട് എനിക്ക് ചെയ്തില്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് എല്ലാവരും പൊക്കി പറയും ഇദ്ദേഹം അടുത്ത സിനിമ ഇതിനെക്കാട്ടി തട്ടിക്കൂട്ടിയൊരു സിനിമ ചെയ്താലോ എന്ന് നമ്മൾ ആലോചിച്ചു. ഒരു 2 വർഷം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അടുത്ത സിനിമ അദ്ദേഹം ചെയ്യുന്നത്. അത്തരം ക്ലീശ സാധനങ്ങൾ ചെയ്യാതിരിക്കുക. നമുക്കൂടെ ഒന്ന് ഇമോഷണലി കണക്റ്റ് ആകുന്ന എന്ത് രംഗങ്ങളാണ് ആ സിനിമയിലുള്ളത്. ചിലപ്പോൾ ഒരു സീൻ വല്ലതായിരിക്കും ആ സിനിമ മൊത്തത്തിലുള്ളത്. അല്ലാതെ ഈ പറയുന്ന ഒരു രീതിയിലും നമ്മളുമായിട്ട് തിയേറ്ററിൽ പൈസ കൊടുത്ത് ഇരിക്കുന്ന ഒരാളുമായിട്ട് ഒരു ഇമോഷണലി കണക്റ്റഡ് ആണ്. പിന്നെ എനിക്ക് ഒരു കാര്യമൂടെ എനിക്ക് ഇതിനകത്ത് ഇതുമായിട്ട് ബന്ധമില്ല, ഒരു കാര്യമൂടെ എനിക്ക് പറയാനുള്ളത്, പ്രണവ് മോഹൻ എന്ന് പറഞ്ഞ അസാധാരണ ടാലൻ്റുള്ള, അല്ലെങ്കിൽ മലയാളത്തിൻ്റെ ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസമായാലും മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ മകനാണ് പ്രണവ് മോഹൻലാൽ. അദ്ദേഹം സ്വന്തമായിട്ടൊരു സ്പേസ് സൃഷ്ടിക്കണം അല്ലേ. ഇതെനിക്ക് പലപ്പോഴും തോന്നുന്നു ഫോഴ്സ്ഫുള്ളി അഭിനയിപ്പിക്കുകയാണ്. എനിക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്ത് മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളിതിനോട് യോജിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹത്തിന് ശരിയാണ്, അദ്ദേഹത്തിന് യാത്ര ഇഷ്ടമാണ്, അദ്ദേഹത്തിന് ഇങ്ങനെ ക്യാമറകളുടെ മുമ്പിൽ വരുന്ന ഇഷ്ടമല്ല. എന്നാൽ പിന്നെ ഞാൻ ചോദിക്കുന്നത്, എല്ലാവരും അങ്ങനെ കരുതിയാൽ നമ്മൾ പല വിവാദങ്ങളും ഉണ്ടാകും. ഇപ്പം കുഞ്ചാക്കോ ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടി നിന്നില്ല, അതുകൊണ്ട് ആ സിനിമ എനിക്കൊന്ന് പത്മിനിയോ മറ്റോ അങ്ങനെ ഒരു സിനിമയാണെന്ന് തോന്നുന്നു, കുഞ്ചാക്കോനെതിരെ ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടാക്കി. അതിന് പ്രൊമോഷൻ നിന്നില്ല. ഇദ്ദേഹം ഞാനൊരു പ്രൊമോഷൻ നിൽക്കുന്നത് കണ്ടിട്ടില്ല. അന്നേരം അദ്ദേഹത്തിൻ്റെ സിനിമയോട് താല്പര്യമില്ലേ? ഒരു സിനിമയിൽ താല്പര്യമില്ലെങ്കിൽ അദ്ദേഹം ഒന്ന് ഇരിക്കുമെങ്കിലും ചെയ്ത് ആ പ്രസ് മീറ്റിൽ നിന്ന് ഇരിക്കുകയോ എന്തെങ്കിലും സംസാരിക്കുന്നതിന് വേണ്ടി ചുമ്മാ ഇരിക്കുമെങ്കിലും ചെയ്യാമല്ലോ. ശ്രീനിവാസനൊക്കെ മാക്സിമം ഓടി നടന്ന പടത്തിൻ്റെ പ്രൊമോഷൻ അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞത് ഫോഴ്സ്ഫുള്ളി ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വിടാൻ ഇപ്പോഴെങ്കിലും പറ്റുമെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാരണം ഇത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പറയും, പ്രസ് മീറ്റിലൊക്കെ എല്ലാവരും ഒരു സിനിമയിലെ പ്രമുഖ നടൻ വന്നില്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കര വിവാദമാണ്. അയാൾ ഇതാണ്, എനിക്കൊന്ന് കുഞ്ചാക്കോൻ അപ്പടം ചെയ്തുകൊണ്ടിരിക്കും, കുഞ്ചാക്കോൻ UK ഇവിടെ കണ്ടായിരുന്നു. അന്നേരം നമുക്ക് തന്നെ തോന്നി ഇത് ശരിയല്ലല്ലോ. ഒരു സിനിമയുടെ പ്രമുഖ നടന്മാരെല്ലാവരും വന്ന് പ്രസ് മീറ്റ്, കാരണം ഇത് കാശ് മുടക്കുന്ന നിർമ്മാതാവിൻ്റെ ഇതാണ്. ഇനിയിപ്പോൾ നിർമ്മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് അറിയത്തില്ല. എന്നാൽ പോലും ആസ് എ ഓഡിയൻസ് നമുക്ക് തോന്നുന്നത് എല്ലാവരും ഒരുപോലെ കണ്ണി കാണാമെങ്കിൽ പ്രണവ് മോഹൻലാലിനും ഇത് തന്നെയാണ്. അദ്ദേഹം വളരെ ജെന്യുവനായിരിക്കും, സത്യസന്ധനായിരിക്കും. പക്ഷേ സിനിമയുടെ പ്രൊമോഷൻ വന്നിരിക്കാം, ഈ പറഞ്ഞ പോലെ പ്രൊമോട്ട് ചെയ്യാം, ഒക്കെ ചെയ്യാം. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഒരു ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന സിനിമയ്ക്കകത്തും അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. കല്യാണി പ്രിയദർശൻ എല്ലാ സിനിമകളിലും എനിക്ക് നന്നായിട്ട് തോന്നിയതാണ്. ഇപ്പോൾ ജോജുവായിട്ട് അഭിനയിച്ച ലാസ്റ്റ് ആൻ്റണിക്കകത്ത് പോലും എനിക്ക് കല്യാണി പ്രിയദർശനെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് അനുയോജ്യമായൊരു കാസ്റ്റിങ്ങും അനുയോജ്യമായിട്ടുള്ള ഒരു അഭിനയവുമാണ് കാഴ്ചവെച്ചിട്ടുള്ള കല്യാണി പ്രിയദർശൻ. പൊതുവേ എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും പറയാം. കാരണം സിനിമ കണ്ട് നല്ലതെങ്കിൽ നല്ലത്, മോശമെങ്കിൽ മോശം. അത് നമ്മുടെ ഒപ്പീനിയൻ പറയുന്നു, അതിനോട് എത്ര പേര് യോജിക്കുന്നു അതൊന്നും നമ്മുടെ അഭിപ്രായം പറയും. അത് സിനിമ ഒരിക്കലും ബാധിക്കത്തില്ല. നല്ല സിനിമയാണ്, അത് ഗംഭീരമായിട്ട് ഓടട്ടെ, അതൊരു കുഴപ്പമില്ല. കാരണം സിനിമ കാണാൻ 99% പേർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ഗംഭീരമായിട്ട് കളക്ട് ചെയ്യട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. അന്നേരം ഒപ്പീനിയൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം ഇനി അടുത്ത സിനിമ വിനീത് ശ്രീനിവാസൻ ചെയ്യുമ്പം അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം ഇതുണ്ടല്ലോ, ഒരു മിനിമം ഗ്യാരണ്ടി. എനിക്ക് മിനിമം ഗ്യാരണ്ടി ഹൃദയം മുതൽ തുടങ്ങിയില്ല. അതുകൊണ്ടാണ് ഇതെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഈ വീഡിയോ ചെയ്തത് അതുകൊണ്ട് മാത്രമാണ്. വർഷങ്ങൾക്ക് ശേഷം തീർച്ചയായും നിരാശപ്പെടുത്തിയ ഒരു തട്ടിക്കൂട്ട് സിനിമ മാത്രമാണ്. ഇത്രയും പേർക്ക് സ്പേസ് കൊടുക്കാൻ വേണ്ടി മാത്രം ചെയ്തൊരു സിനിമ മാത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നമസ്കാരം.